ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കുന്ന വേദവാക്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്കായി തന്റെ ജീവൻ കൊടുക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്ന വിഷയം നല്ല ഇടയൻ എന്നാണ്. ബൈബിളിൽ ഇടയനും ആടുകളും എന്ന ഉപമ വളരെ പ്രശസ്തമാണ്. ആടുകൾ ദിശയില്ലാത്തവ, സ്വയം രക്ഷിക്കാനാവാത്തവ, എളുപ്പത്തിൽ തെറ്റിപ്പോകുന്നവയാണ്. ഇത് നമ്മളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ ലോകത്തിൽ നമുക്ക് വഴികാട്ടിയും രക്ഷകനുമായ ഒരാൾ ആവശ്യമുണ്ട്. ആ വ്യക്തിയാണ് യേശുക്രിസ്തു, നല്ല ഇടയൻ. ആരാണ് നല്ല ഇടയൻ? യോഹന്നാൻ 10:11 ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുന്നു. യേശു ഞാൻ ഒരു ഇടയൻ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നല്ല ഇടയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നല്ല ഇടയന്റെ ഗുണങ്ങൾ? അവൻ തന്റെ ആടുകളെ അറിയുന്നു, അവൻ അവരെ സ്നേഹിക്കുന്നു, അവൻ അവർക്കായി ജീവൻ കൊടുക്കുന്നു. യോഹന്നാൻ 10:14 ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, എൻ്റെ ആടുകൾ എന്നെ അറിയുന്നു. ഇത് ഒരു ബന്ധമാണ്, ഇതൊരു മതമല്ല. നോക്കൂ പ്രിയമുള്ളവരെ, ഒരു നല്ല ഇടയൻ ആടുകളെ അറിയുന്നു. ഒരു സാധാരണ ഇടയൻ പോലും തൻ്റെ ആടുകളെ തിരിച്ചറിയും. യേശു നമ്മെ പേര് പറഞ്ഞു വിളിച്ചിരിക്കുന്നു. നമ്മുടെ അവസ്ഥ അറിയുന്നു, നമ്മുടെ കണ്ണുനീർ അറിയുന്നു. സങ്കീർത്തനങ്ങൾ 23:1 പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന്. നിനക്ക് കുറവുണ്ടോ? അത് യേശുവിൽ മാത്രമേ പരിഹരിക്കുവാൻ കഴിയുള്ളൂ. യേശുവിന് മാത്രമേ ആ കുറവ് നികത്തുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല ഇടയൻ ഒരു വഴികാട്ടിയായി നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ലോകത്തിൽ തെറ്റായ വഴികൾ ഉണ്ട്, പാപത്തിൻ്റെ വഴികളുണ്ട്, നാശത്തിൻ്റെ വഴികളുണ്ട്. പക്ഷേ ഒരു നല്ല ഇടയൻ ശരിയായ വഴി മാത്രമേ നമ്മെ കാണിക്കുന്നുള്ളൂ. ജീവന്റെ വഴി മാത്രം അവ നമ്മെ കാണിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 14 പറയുന്നു, ഞാനാകുന്നു വഴി. നല്ല ഇടയൻ സംരക്ഷിക്കുന്നു. ഒരു നല്ല ഇടയൻ സംരക്ഷിക്കുന്നു. സങ്കീർത്തനം 23:4 പറയുന്നു, പൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരാം, ദുഃഖങ്ങൾ വരാം, നഷ്ടങ്ങൾ വരാം, ഏകാന്തത സംഭവിക്കാം. എന്നാൽ നല്ല ഇടയൻ നമ്മോടൊപ്പം കൂടെയുണ്ട്. യേശു നമ്മെ വിളിച്ചത്, വേർതിരിച്ചത് എന്തിനാണ്? അവൻ തള്ളിക്കളയാൻ വേണ്ടിയിട്ടല്ല, അവൻ നമ്മളെ വിട്ടു മാറിപ്പോകാനുള്ളതല്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏതവസ്ഥയിലും നമ്മോടുകൂടി ഇരിക്കാൻ അവൻ സന്നദ്ധനാണ്. നമ്മെ അവൻ വിട്ടിട്ട് പോകുന്നവനല്ല. ശത്രുവിൽ നിന്നവൻ നമ്മെ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. സാത്താന്റെ ആക്രമണത്തിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. ഇതാണ് യേശുക്രിസ്തു എന്ന നല്ല ഇടയന്റെ പ്രത്യേകത. യോഹന്നാൻ 10:28 അവൻ ഒരിക്കലും നമ്മെ എന്ത് ചെയ്യുന്നില്ല? നശിപ്പിക്കുകയില്ല. അതാണ് യേശുവിൻ്റെ മാത്രം പ്രത്യേകത. ഈ ലോകത്തിലെ ഇടയന്മാർ നമ്മെ പല രീതിയിലും നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുമ്പോൾ യേശു എന്ന മഹാ ഇടയൻ അല്ലെങ്കിൽ നല്ല ഇടയൻ നമ്മുടെ നന്മ മാത്രം, നമ്മുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ഏക ഇടയൻ യേശുക്രിസ്തു മാത്രമാണ്. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് ജീവൻ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. യോഹന്നാൻ 10:14 പറഞ്ഞു, നല്ല ഇടയൻ ആടുകൾക്കായി തൻ്റെ ജീവൻ കൊടുക്കുന്നു. ഇതിനെ ക്രൂശിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മെ രക്ഷിക്കാൻ നമ്മുടെ പാപങ്ങൾക്കായി തൻ്റെ രക്തം ചൊരിഞ്ഞു. ആമേൻ. നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ പാപങ്ങൾക്കായി തൻ്റെ രക്തം ചൊരിഞ്ഞ ഏക ദൈവം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. മറ്റൊരു ഇടയനും ഇത് സാധിക്കില്ല എന്നേ. കാരണം ഈ ലോകത്തിലെ സകല ഇടയന്മാരും അല്ലെങ്കിൽ നേതൃത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ഏതൊരു വ്യക്തിയായാലും അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും ഈ ലോകത്തിലെ സന്തോഷങ്ങൾക്കും അവരുടെ ആ ഉയർച്ചകൾക്കും വേണ്ടി മാത്രം ആടുകളെ സ്നേഹിക്കുന്നു, ആടുകളുടെ കൂടെ നിൽക്കുന്നു. എന്നാൽ യേശു എന്ന ഇടയൻ അങ്ങനെയല്ല. അവൻ നമ്മെ രക്ഷിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇവിടെ കള്ള ഇടയന്മാർ നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്ത് നമുക്ക് ധാരാളം കള്ള ഇടയന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നു. അവർ ഇതിനെ ഒരു ഉപജീവന മാർഗമായി കാണുന്നു. ഇടയ ശുശ്രൂഷ അല്ലെങ്കിൽ ഇടയന്മാരായി മാറുന്നു. അപകടം വന്നാൽ അവർ നമ്മളെ വിട്ട് ഓടിപ്പോകും, ആടുകളെ ഉപേക്ഷിച്ചു പോകും. അതായത് ഈ ലോകത്തിലെ ഇടയന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ
ആടുകൾക്ക് ഒരു അപകടം വന്നാൽ, അവരുടെ ജീവിതത്തിൽ ഒരു ആപത്ത് വന്നാൽ, അവർക്ക് വേണ്ട സമയത്ത് ഉപകാരപ്പെടേണ്ട ഒരു ആവശ്യം വന്നാൽ അവർ നിന്നു. അവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവർ ഇട്ടിട്ട് ഓടിപ്പോകും. ആടുകളെ അവർ നിന്ന് ഉപേക്ഷിച്ചു കളയും. ഇന്നത്തെ ലോകത്ത് അതാണ് സംഭവിക്കുന്നത്. അതായത് വ്യാജ ഉപദേശങ്ങൾ, തെറ്റായ നേതാക്കൾ, സ്വാർത്ഥ സേവകർ. ഇതാണ് നമുക്ക് അതിനെ വ്യക്തമായി പറയുവാൻ കഴിയുന്ന ഏക അല്ലെങ്കിൽ വാക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അവർ എന്ത് ചെയ്യില്ല, നമ്മളെ രക്ഷിക്കുകയില്ല. യേശു മാത്രം എന്ത് ചെയ്യുന്നു, രക്ഷിക്കുന്നു. ആടുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് എന്തെന്ന്, നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിക്കുന്ന ഇടയൻ, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ ആടിനെ അന്വേഷിക്കുന്ന ഒരു ഇടയനെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ആടിനെ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് അവിടെ വ്യക്തമായി നല്ല ഇടയനായ ആ മഹാ ഇടയൻ നമ്മെ പഠിപ്പിക്കുന്നു. 99 ആടുകളെ വിട്ടിട്ട് മാറിപ്പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ പുറകെ പോയി അതിനെ കണ്ടെത്തി മടക്കി കൊണ്ടുവരുന്ന ഒരു ഇടയനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനർത്ഥം ഈ 99 ആടുകൾക്കും വിലയില്ല എന്നുള്ളതല്ല. ഈ 99 ആടുകളെയും സുരക്ഷിതമായി നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിട്ട് ഈ കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരഞ്ഞ് ഈ ഇടയൻ പോവുകയാണ്. എന്താ അതിന് കാരണം? അല്ലെങ്കിൽ ഇടയനറിയാം ഈ 99 ആടുകളുടെയും സ്വഭാവം നന്നായി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരു ഇടയനാണ് ഈ ഇടയൻ. അപ്പോൾ ഈ 199ൻ്റെയും സ്വഭാവങ്ങളും അവരുടെ അവസ്ഥയും അവരുടെ സാഹചര്യങ്ങളും എന്താണ് അവരുടെ ആവശ്യങ്ങളെന്ന് നന്നായി അറിയുന്ന ഒരു ഇടയനാണ് ഈ ഇടയൻ. എന്നാൽ ഈ നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ നന്നായി മനസ്സിലാക്കിയതിന് കൊണ്ട് മാത്രമാണ്, ആ ആടിൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ 99നെയും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ആക്കിയിട്ട് ദൈവം അല്ലെങ്കിൽ നമ്മുടെ മഹാ ഇടയൻ ആ ആടിനെ തിരഞ്ഞു പോയത്. അതിനർത്ഥം സകല ഈ ആടുകളെയും വിട്ട് കളഞ്ഞിട്ട് പോയി എന്നുള്ളതല്ല. ഇവിടെ യേശു ആ ഒരു ആടിൻ്റെ വില എന്തെന്ന്, ആ ഒരു ആടിൻ്റെ ഗുണമെന്തെന്ന് നന്നായി മനസ്സിലാക്കിയത് കൊണ്ട് ആ ആടിനെ തിരഞ്ഞു. യേശു നിന്നെ അന്വേഷിക്കുന്നു. നിന്നെ തെറ്റിപ്പോയാലും അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അവൻ നിന്നെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് നല്ല ഇടയൻ്റെ മാത്രം ഒരു ഗുണമാണ്, യേശുവിൻ്റെ മാത്രം ഗുണമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇടയന്മാർ സാമ്പത്തികം നോക്കി, മേന്മകൾ നോക്കി, കുടുംബം നോക്കി, അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് ആടുകളെ സ്നേഹിക്കുമ്പോൾ ഒരു യോഗ്യതയുമില്ലാതിരുന്ന ആടുകളെ അല്ലെങ്കിൽ ഒരു കഴിവുമില്ലാത്ത ആടുകളെ തേടി വരുന്ന മഹാ ഇടയനാണ് യേശു ക്രിസ്തു. അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അവൻ നിന്നെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം അവനറിയാം നിന്റെ ഗുണങ്ങൾ, നിന്റെ അവസ്ഥ, നിന്റെ സാഹചര്യം, നിന്റെ കണ്ണുനീർ, നിന്റെ നന്മകൾ, നിന്റെ ദോഷങ്ങൾ ഒക്കെ നന്നായി അറിയുന്ന ദൈവം, നിന്റെ കുറവുകളെ അറിയുന്ന ദൈവം നിന്നെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം അവന് നിന്നെ വേണം. ഈ ലോകരായ ഇടയന്മാർക്ക് നിന്നെ വേണ്ടെങ്കിലും, ഈ ലോകരായ മനുഷ്യർക്ക് നിന്നെ വേണ്ടെങ്കിലും, മാതാപിതാക്കൾക്ക് വേണ്ടെങ്കിലും, നിന്റെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിലും, സഹോദരങ്ങൾക്ക് വേണ്ടെങ്കിലും, കൂട്ടുകാർക്ക് വേണ്ടെങ്കിലും അവന് നിന്നെ വേണം. അവനതുകൊണ്ട് നിന്റെ പുറകെ വന്ന് നിന്നെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു നല്ല ഇടയൻ്റെ ആടുകളാകാൻ എന്തു ചെയ്യണം? അവൻ്റെ ശബ്ദം കേൾക്കുക. യോഹന്നാൻ സുവിശേഷം 10:27 വ്യക്തമായി പറയുന്നു. അവനെ പിന്തുടരുക, അവനിൽ വിശ്വസിക്കുക, പാപത്തിൽ നിന്ന് തിരിയുക. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ലോകം പല ഇടയന്മാരെ നൽകും. പക്ഷേ രക്ഷിക്കുന്ന ഇടയൻ ഒരാൾ മാത്രം, യേശു ക്രിസ്തു മാത്രം. നീ ഏത് ഇടയനെ പിന്തുടരുന്നു? നാം ചിന്തിക്കണം. നീ നല്ല ഇടയൻ്റെ ആടാണോ, അതോ ദുഷ്ട ഇടയൻ്റെ ആടാണോ? അല്ലെങ്കിൽ സ്വാർത്ഥനായ ഇടയൻ്റെ ആടാണോ, അതോ സകലതും നിനക്ക് വേണ്ടി ചൊരിഞ്ഞ, സകലതും നിനക്ക് വേണ്ടി രചിച്ച ആ അരുമദാതനായ യേശു എന്ന നല്ല ഇടയൻ്റെ പുറകെയാണോ നിന്റെ ചിന്ത? ആഹ്വാനം ചെയ്യുന്നു. യേശു നിന്നെ സ്വീകരിക്കൂ, യേശുവിനെ സ്വീകരിക്കൂ, അവൻ്റെ ശബ്ദം കേൾക്കൂ, അവൻ്റെ പിന്നാലെ നടക്കൂ. പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല ഇടയനെ ഞങ്ങളെ നിൻ്റെ ആടുകളാക്കി സ്വീകരിക്കണമേ. ഞങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ചു കൊണ്ടുവരണമേ. നിൻ്റെ ശബ്ദം കേൾക്കാനും നിന്നെ പിന്തുടരാനും ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.